പെങ്ങളെ രേവതി എന്ന കുട്ടി കോളേജിൽ പോയോ? മുറിയിലുണ്ടല്ലോ. പെങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഓ, നിങ്ങളാണല്ലേ ഗോപാലകൃഷ്ണൻ? ധാരാളം കേട്ടിട്ടുണ്ട്. കണ്ടതിലും വളരെ സന്തോഷം. പോട്ടെ. രേവതി, ഒന്ന് വേഗം വാ, സമയായി. ദാ വരുന്നു. ഞാനാ ഗോപാലകൃഷ്ണൻ. വിഷ്ണു സാർ പറഞ്ഞിട്ട് വന്നതാ. അയ്യോ ഈശ്വര, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക. എന്താ എന്താ പ്രശ്നം? എല്ലാം മാറ്റിനറിഞ്ഞു. വിഷ്ണുവിന്റെ കത്തുകളൊക്കെ പിടിച്ചു. എല്ലാം ഡാഡിക്ക് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിരിക്കുക. സംഗതി പുലിവാലായോ? ഒരു കത്ത് വന്നാ പൊട്ടിച്ചിട്ടേ തരൂ. ഫോൺ വന്നാ തരില്ല. കാണാൻ ആള് വന്നാ അനുവദിക്കില്ല. കത്തിൽ പേര് വെക്കായിരുന്നു നന്നായി. കുറെ ചോദിച്ചെങ്കിലും വിഷ്ണുവിന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഡാഡി അറിഞ്ഞ എന്നെ കൊന്നു കളയും. അതിപ്പോ ഞാൻ സാറിനോട് ആരായാൾ? ഞാനറിയില്ല. മാറ്റൻ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കായിരുന്നു. അയ്യോ, ഞാനോ? അതെ, ഇതാണ് മാറ്റൻ. നിങ്ങല്ലേ മാറ്റനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ആടിപ്പോ നിൽക്കോടെ. നിങ്ങളാരാ? ഞാൻ ഗോപാലകൃഷ്ണൻ. എന്റെ പേര്. എന്ത് വേണം? അത് പിന്നെ സാറ് കുട്ടി ഇവിടെ വേക്കൻസി ഉണ്ടോ? എനിക്കൊരു സീറ്റ് വേണമായിരുന്നു. നിങ്ങൾക്കോ? അതെ, എന്റെ പെങ്ങളുണ്ട്, കോളേജ് പഠിച്ചോണ്ടിരിക്കുക, ഒറ്റയ്ക്ക്. എന്താ പേര്? ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പേരല്ല, നിങ്ങളുടെ പെങ്ങളുടെ പേര്. മേരി. മേരിയോ? മേഴ്സി. മിസ്റ്റർ, നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? താൻ സത്യം പറഞ്ഞാലേ തന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. അല്ല സിസ്റ്റർ, സത്യമായിട്ട് ഞാൻ ഇവിടെ. വാച്ച്മാൻ! ഹായ് അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ വളർച്ച നിമിഷം തോറുവാ. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സുളകി എന്ന് പറയുന്ന കഥ കള്ളക്കഥയൊന്നുമല്ല. അല്ലെങ്കിൽ വല്ല കല്ലോ മരമൊക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെ അല്ലല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോ എനിക്ക് 40 വയസ്സാകും, നിനക്ക് 25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ? ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ. വന്നാ ഒരു കാപ്പിയെ കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കൽ വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടെന്നേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണെന്ന് പറഞ്ഞാൽ മതി. എന്താ? ശരി. സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ, എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാർ ഇവിടെ വന്നു സൊള്ള. ഞാൻ 3-3:30 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു. നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയേനെ. എല്ലാം കുളമാക്കിയോ? കുളം ആക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. വാ. വിമൻസ് ഹോസ്റ്റൽ മേറ്റനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ. കൊച്ചിയിൽ നിന്ന് STD ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല, ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ. അവള് പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളെ നാട്ടിൽ പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ? കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്കൊന്നും കാണണ്ട.
കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ രണ്ട് കഷണമാക്കും. അവളുടെ പഠിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താൽ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്, അയാളെ അറിയിച്ചാൽ മതി. വിഷ്ണുനാരായണൻ എന്നാണ് പേര്. പ്ലാന്റർ ആണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും. ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം. ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, STD ആണ്. നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിറ്റ് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല? ഏറ്റാതെ ഇപ്പൊ വരും ഫോൺ. കണ്ടോ? ഹലോ, വിഷ്ണു ഹിയർ. നമസ്കാരം സിസ്റ്റർ. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിയിൽ നിന്ന് ഗംഗാധരനായി വിളിച്ചിരുന്നു. അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളൊന്നും ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ അവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ. പ്രമാദം സർ. ഈശ്വര, പരീക്ഷിക്കരുതേ. ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനോ? നീ കണ്ടില്ലേ? ആ പണ്ടാർ ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ, അത് ശരി. കണ്ണേ കരളേന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ടാ? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ. നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചരാം. വാക്ക് പറഞ്ഞാ വാക്കായിരിക്കും. കുട്ടേട്ടാ, കുട്ടേട്ടാ, ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ. ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല, ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണെന്ന് പറഞ്ഞ കുട്ടേട്ടനെ അറിയുന്നില്ല. വെളുത്തിട്ട് കാണാൻ നല്ല തറവാടിത്തുള്ള കുട്ടിയാ. 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ്, വല്ല കള്ളികളും ആയിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടിൽ ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ TV ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല. കയ്യിൽ ഒതുങ്ങിയതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ നോക്കില്ലേ? എന്റെ ഈശ്വര, ചതി പറ്റിയോ? നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണിറങ്ങിയ മൂർഖം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവലിത് 1ാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട് ചെല്ല്.